everyone and welcome to a super fun-filled fun ride of Once Upon a Time. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. Let me first welcome our very own രമേശ് പിഷാരടി. Welcome രമേശ് ഏട്ടാ. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം സിദ്ദീഖ് സർ. വെൽക്കം സർ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കിക്കർ അടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മത്സരാർത്ഥികളെ വിളിക്കുവാനുള്ള സമയമായിരിക്കുന്നു. Let me welcome stand-up comedian കൊച്ചു പ്രദീപ് and stand-up comedian ജിൻഡോ. Once upon a time, once upon a time, once upon a time, once upon a time. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീണ്ടും വേദിയിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. സിദ്ദിഖ് കൊച്ചു പ്രദീപ് ഏട്ടൻ ആൻഡ് ജിൻഡോ. നമസ്കാരം. ഹലോ പ്രദീപ് സാർ. സുഖല്ലേ? സുഖമായിട്ടിരിക്കണം. കുറെ കാലമായി കണ്ടിട്ടില്ലേ? കുറെ കാലമായിട്ട് കൊറോണയും കാര്യങ്ങളൊക്കെയാണ്. വേറൊരു ഷോയിൽ സിദ്ദീഖ് സാർ ജഡ്ജായിട്ടുള്ളതിൽ പ്രദീപിനെ കൊണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? കോമഡി ഫെസ്റ്റിവല്. അതെ, കോമഡി ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു. ലിറ്റിൽ സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. ജിൻഡോ എവിടെയാണ്? തൃശ്ശൂരാണ്. അതെ. രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു അമ്മ. പൊളിച്ചോ, ഒന്നും നോക്കണ്ട, പൊളിച്ചോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് വിസിലടിയും. ഓക്കെ. പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. രണ്ടുപേർക്കും 2.5 മിനിറ്റ് വെച്ച് 2 പ്രാവശ്യമായിട്ട് സമയം ലഭിക്കും. കത്തിക്കേറിക്കോ. ഓക്കെ. നമസ്കാരം. ഞാൻ സ്റ്റേജ് ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് നർമ്മങ്ങളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ ഒരു നാടകം വെച്ചേക്കുവാണ്. അതായത് ഈ നാഗലോകത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പുരാണം അനുസരിച്ച് നാഗങ്ങളുടെ ശത്രുവാണ് ഗരുഡൻ. അപ്പോൾ ഈ ഒരു സീനിൽ ഈ പാമ്പിനെ ഗരുഡൻ വന്ന് കൊത്തിക്കൊണ്ട് പറക്കണൊരു രംഗമാണ്. അപ്പോൾ അതിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഭീകര മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഗരുഡൻ ചിറകൊക്കെ അടിച്ച് പറന്നു വന്ന് പാമ്പിനെ കൊത്തി പറന്നിങ്ങനെ പോയി. അടുത്ത് രാജാവ് ഡയലോഗ് പറയാ, ഒന്നും കേൾക്കണില്ല. അവിടെ പറഞ്ഞു ഒന്നും കേൾക്കണില്ല. സംഭവം നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഗരുഡൻ്റെ കാലിൻ്റെ ഇവിടെ കാന്തം വെച്ചുണ്ടായി. പാമ്പിൻ്റെ 10 രൂപയുടെ ഇരുമ്പും കൊണ്ടുപോയപ്പോൾ ഈ മൈക്രോഫോൺ ഉൾപ്പെടെ ഗരുഡൻ കൊണ്ടുപോയി സ്റ്റേജിൻ്റെ മൂലയ്ക്ക് ഇരിക്കുക ഗരുഡൻ. അതുപോലെ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാനമേളയ്ക്ക് പോകും. അപ്പോൾ പെരുമ്പാവൂർ ഒരു ഇക്കുണ്ട്. പുള്ളി ഹിന്ദി പാട്ടിൻ്റെ ആളാണ്. പഴയ ഹിന്ദി പാട്ട് അങ്ങനെയുള്ള പാട്ടുകളാണ് പാടുന്നത്. പുള്ളിയുടെ മെയിൻ പാട്ടാണ് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം. ഈ സാധനം ഇതങ്ങോട്ട് പാടി മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ഓഡിയൻസിൻ്റെ ഇടയ്ക്കായിട്ട് ഇറങ്ങിക്കഴിച്ചിട്ട് ഇങ്ങനെയാണ് കാച്ചിക്കുറിക്കിയ മോഹത്തിൻ പാല് കാച്ചിക്കുറിക്കിയ മോഹത്തിൽ കാച്ചി ഒരു പുള്ളി അവിടെ നിന്ന്. അതുപോലെ തിരുവനന്തപുരത്ത് ഞാൻ ഒരു സമിതിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അയ്യപ്പസ്വാമിയുടെ ജനനവും കാര്യങ്ങളൊക്കെയാണ് ടൈറ്റിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു, ഭയങ്കര ജനക്കൂട്ടം. അങ്ങോട്ട് പോയി. അപ്പോൾ സെക്കൻഡ് കളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ അടുക്കൽ പോയപ്പോൾ അയ്യപ്പസ്വാമിയായിട്ട് കാണിക്കാനുള്ള ഈ കൊച്ചു കുഞ്ഞായിട്ട് കാണിക്കാനുള്ള പാവ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഡ്രൈവർ ചന്ദ്രേണ്ണൻ പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, പാവയൊക്കെ ഞാൻ അവിടെ ചെന്ന് സെറ്റ് ചെയ്തോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, പ്രോഗ്രാം ചെയ്യട്ടെ, നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പാവയൊക്കെ അതിന് മുമ്പ് തന്നെ കൊണ്ടു കൊടുത്ത്. സംഭവം ടൈറ്റിൽ തുടങ്ങി. പന്തള രാജാവ് വന്നു, കുട്ടികളില്ലാത്ത ദുഃഖത്തിലൊക്കെ വന്ന് ഇത് കുഞ്ഞിനെ കണ്ടു, എടുത്ത് ആ ഭഗവാൻ എനിക്ക് തന്ന നിധിയാണിത്, കഴുത്തിൽ മണി കെട്ടിയ ഈ ശിശുവിനെ ഞാൻ മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പാവയുടെ ചെവിട്ടിൽ മണികണ്ഠോ 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 എന്ന് വിളിച്ചപ്പോൾ പാവ ചിൽ 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 ചിൽ. ഓക്കെ പ്രതിവേട്ട, ഇനി അടുത്തത് ജിൻഡോ. മലയാളികളുടെ ആഘോഷം എവിടെയുണ്ടോ അവിടെ ഫുഡ് നിർബന്ധമാണ് അല്ലേ? കേശവമാൻ പറയാ അല്ലാന്ന്. പുള്ളിയുടെ പോക്കറ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്നലെ മേടിച്ച കപ്പലണ്ടി ഇപ്പോഴും ഉണ്ടാവും, കളഞ്ഞുണ്ടാവില്ല. ഇന്നലെ എൻ്റെ അമ്മയ്ക്ക് കഞ്ഞിയും പയർ മുതൽ സ്പാനിഷ് ഡിഷായ ഗസ്പാച്ച വരെ നല്ല വെടിപ്പായിട്ട് ഉണ്ടാക്കാനറിയാം. പക്ഷേ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്ത് വരെ പഠിച്ചിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ട്, ബാക്കിയുള്ള ദിവസം വീട്ടിൽ പുല്ല് വലിയുള്ള എനിക്ക് ആ ഗ്യാസ് സിലിണ്ടർ തീരണതിൻ്റെ അന്നും പുല്ല് വലിയ. കാരണം അപ്പന് കണക്ട് അറിയാം, എനിക്കറിയില്ല, അവിടെ എനിക്ക് റോളില്ല.
ഈ അടുത്ത് കണ്ട ഒരു ചായപ്പൊടിയുടെ പരസ്യത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ വരെ ഒരു കപ്പ് ചായയിൽ അലിയിച്ച് തീർക്കൂ, സ്നേഹം പടുത്തുയർത്തു എന്ന്. എന്നാലൂടെ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു കപ്പ് ചായയുടെ പേരിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് തന്നെ. ഇതുവരെ തീർന്നിട്ടില്ലേ അത്? എൻ്റെ അപ്പൻ്റെ ഒരു ഹോബി ഉണ്ട്, ഫ്രീ ആയിട്ട് കൂട്ടുകാർക്കൊക്കെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കും. ഒരു ദിവസം അപ്പൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇവിടെ കള്ളം കയറി ഭയങ്കര മോഷണമാണ്, എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നല്ലൊരു പട്ടീനെ മേടിച്ചിട്ട് മുറ്റത്ത് കെട്ട്, അത് ഡീൽ ചെയ്തോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ 2.5 ലക്ഷം മുടക്കിയിട്ട് ഒരു നല്ല പട്ടീനെ മേടിച്ചിട്ട് മുറ്റത്ത് കെട്ടി. 3 ദിവസം കള്ളൻ്റെ പൊടി പോലും അവിടെ ഇല്ല. അപ്പോൾ അപ്പം വലിയ കമ്മൽ വർക്കൗട്ടായി എന്നുള്ള മൈൻഡിൽ നടക്കുക. 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുകയാണ്, അതേ എടാ കള്ളം കയറി, അത് എൻ്റെ വീട്ടിൽ കയറുന്നത്. അപ്പം അപ്പം ചോദിച്ചു, എന്നിട്ട് നിൻ്റെ പണം സ്വർണ്ണമൊക്കെ പോയോ എന്ന് ചോദിച്ചു. അതൊന്നും പോയിട്ടില്ല, സമാധാനം. പിന്നെ ആ 2.5 ലക്ഷത്തിൻ്റെ പട്ടീനെ കള്ളടിച്ചുകൊണ്ട് പോയത്. എൻ്റെ കൂട്ടുകാരനുണ്ട്, ദീപു എന്നാണ് പേര്. അപ്പന് തീരെ ഇഷ്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഇവ കാട്ടുകോഴിയാണെന്ന് വിചാരം, എല്ലാ പെൺപിള്ളേരെ പിന്നാലെ നടക്കുമെന്നുള്ളൊരു ബാഡ് ഇമേജ് അപ്പൻ്റെ മൈൻഡിലുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അവൻ വളരെ ഡീസൻ്റാണ്. ആകെ ഒരു പെൺകുട്ടീനെ മാത്രമേ ഇതുവരെ നോക്കിയിട്ടുള്ളൂ. അവളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് 3 വർഷം നടക്കുന്നത്. പക്ഷേ അത് അവൾക്ക് അറിയില്ല. 3 വർഷം കഴിഞ്ഞിട്ട് അവൾ ഇവനെ വിളിക്കുകയാണ്. അതൊരു പ്രപ്പോസൽ സീനാണ്. ദൈവം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ടൈമാണത്. അന്ന് രാത്രി വിളിച്ചു, എടാ ദീപോ നിനക്കെൻ്റെ പിള്ളേരെ അച്ഛനാൻ പറ്റുമെന്ന്. ഇവൻ കേട്ട പതി കേൾക്കാതെ പതി ചെന്ന് നോക്കുമ്പോൾ ഏതൊരു ട്രൂ ലെവലുണ്ടായ 2 പിള്ളേരും നോക്കത്തും ഒന്ന് നിലത്ത് നിൽക്കുന്നത്. ആ പിള്ളേരെ അപ്പനാവാനാണ് ദീപനെ വിളിച്ചത്. ഇതിപ്പോൾ നാരങ്ങളാണ് കുഴപ്പമില്ല, ആരെങ്കിലുമൊക്കെ കലക്കി ഉണ്ടാക്കി തരുമ്പോൾ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നാരങ്ങയുടെ അത്ര മുതൽ 2 പിള്ളേരാണ്. ഇനി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. പുള്ളി അത്യാവശ്യം നല്ല കുടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുക. അപ്പോൾ ഈ സുരേഷ് എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ സുനിൽ എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുണ്ട്. ഈ പറഞ്ഞ ഞായറാഴ്ച നമുക്ക് അവനെ പിടിക്കണം, അവനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പം ഞങ്ങളും ചെറുതൊക്കെ അടിച്ചിട്ടാണ് പോകണം ഉപദേശിക്കാൻ. ചെന്നിട്ട് അവനെ പിടിച്ച് റോഡിൽ വെച്ച്, സുരേഷേ നിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, നീ ഓർക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ എന്നെ വെള്ളം കുടിച്ച് നിൻ്റെ മുമ്പിൽ കണ്ടാണ്ടല്ലോ. അതുപോലെ ഇവന് വാറ്റാൻ പ്ലാൻ ചെയ്തു, സാധനം കിട്ടാത്തപ്പോൾ വാറ്റാൻ പ്ലാൻ ചെയ്ത് കടയിൽ ചെന്ന് വെച്ച് ആ ചേട്ടൻ്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു 5 കിലോ ശർക്കര വേണം. അപ്പോൾ അവിടെ ഇരുന്ന് 2-3 ടീമുകൾ ഇങ്ങനെ നോക്കി സംശയത്തിൽ, ശർക്കരയോ? അപ്പോൾ പുള്ളി പെട്ടെന്ന്, ചേട്ടാ ഇവിടെ ഈ കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള ഇല എവിടെ കിട്ടുന്നതെന്ന്. അതുപോലെ പുള്ളി അവിടെ ഒരു അണ്ണാച്ചി വരണ്ടായി. അണ്ണാച്ചി എടുത്ത് പുള്ളി കാശെടുക്കും. കാശെടുത്ത് അണ്ണാച്ചി വരാൻ നേരത്ത് ഇവൻ മാറി നടക്കും, കൊടുക്കില്ല. അങ്ങനെ കുറേ ആയി, അണ്ണാച്ചി പിന്നെ വരാണ്ടായി. അങ്ങനെ ഇവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി പൊള്ളാച്ചി ഭാഗത്ത് പണിക്ക് പോവുക. പണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഈ അണ്ണാച്ചിയുടെ സ്ഥലത്താണ് ചെന്നേക്കണേ. അവിടെ വെച്ച് അണ്ണാച്ചി പിടിച്ച് നല്ല ഇടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, അണ്ണ ഇവനെൻ്റെ കൂട്ടുകാരനാണ്, ഇവനിട്ടും കൊടുക്കാമോ 2 ഇടിയെന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ അവൻ എൻ്റെ അടുത്ത് കാശൊന്നും മേടിച്ചിട്ടില്ല, ഞാൻ വെറുതെ ഇടിക്കണതിനാ, ഇല്ലെങ്കിൽ അവൻ നാട്ടിൽ ചെന്ന് പറന്നു കൊടുക്കും സാധനം. അതുപോലെ ഇവിടെ കേട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവനെന്ത് പറഞ്ഞാലും തെറ്റിപ്പോവും. അപ്പോൾ ഈ പാക്ക് ഇങ്ങനെ എടുത്ത് വായിലിട്ടുകൊണ്ട് പേപ്പർ പറഞ്ഞാൽ, എടാ 2 കഷ്ണം ഞാൻ തന്നു. അപ്പം ഞാനത് വായിലിട്ടിട്ട് ഇങ്ങനെ തുപ്പിയപ്പോൾ ഒരു തുള്ളി ഇവൻ്റെ കയ്യിൽ വീണ്. എടാ കുഞ്ഞാ, നീ പാമ്പ് കൊടുത്ത കൈക്ക് എന്നെ തുപ്പിയല്ലേ, ഇനി മേലാൽ നിനക്ക് ഞാനൊരു സാധനം എനിക്ക് എൻ്റെ കൊക്കം കൂടെ പറന്നു പോകണം. ഇപ്പം എനിക്ക് 2.5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. 2.5 എന്ന് കേൾക്കാൻ തന്നെ പേടിയാവുക. പക്ഷേ നാട്ടിലുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ചിലർക്കൊക്കെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ ലൈസൻസ് ഇല്ല. ചിലർക്ക് ലൈസൻസ് ഉണ്ട്, തീരെ വണ്ടി ഓടിക്കാൻ അറിയില്ല. പക്ഷേ എനിക്കും എൻ്റെ കൂട്ടുകാരനൊരു പ്രത്യേകതയുണ്ട്, ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ലൈസൻസ് എടുക്കാനായിട്ട് മറ്റേ ഐ ടെസ്റ്റ് ഡോക്ടറെ കാണണമല്ലോ, അങ്ങനെ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഡോക്ടർ റൂമിലേക്ക് കയറി. അപ്പോൾ വയസ്സായ ഒരാൾ ഭയങ്കര ഒടിഞ്ഞ് തൂങ്ങി ഒരു കറുത്ത കണ്ണടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പുള്ളീനെ കണ്ടാൽ തോന്നും പുള്ളിക്കാണ് ഒരു ഡോക്ടർ ആവശ്യമുള്ളത് നമുക്ക് തോന്നും. അങ്ങനെ പറഞ്ഞു, ഈ സൈഡിലത്തൊക്കെ വായിക്കാൻ പറഞ്ഞിട്ട് മലയാളം വായിക്കാൻ അറിയാത്ത എൻ്റെ കൂട്ടുകാരൻ വരെ ഈ ലൈസൻസിന് വേണ്ടി അതും വായിച്ചു. അടുത്തതാണ് പരീക്ഷണം. ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട്, അതിലൊരു പച്ച കളർ മാർക്കർ, നീല കളർ മാർക്കർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ അടുത്ത് പച്ച കളർ മാർക്കർ ചൂണ്ടിയിട്ട് ഇത് ഏതാ കളറെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞത് പച്ചയാണല്ലോ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പാൻ വെച്ചിട്ട് പ്രശ്നമാണ് എന്നുള്ള മൈൻഡിൽ അപ്പം എന്നോട് ചോദിച്ചു, എന്നാൽ താൻ പറയടോ ഇതിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് പച്ചയാണെന്ന് പറഞ്ഞു. വീണ്ടും ഡോക്ടർ കഴിഞ്ഞിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മാർക്കർ എടുത്തിട്ട് കണ്ണാട് ഊരിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇനി വല്ല കളർ ബ്ലൈൻഡ്നെസ് അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചാൽ പ്രശ്നമാണോ ഡോക്ടറെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു
പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഇത് എനിക്കാ പ്രശ്നം. എനിക്കിത് മഞ്ഞയായിട്ട് തോന്നണം, നല്ലൊരു ഡോക്ടറെ വേറെ കാണേണ്ടി വരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് അറിയാവുന്നത് അതുപോലെ തന്നെ ലൈസൻസ് ഉള്ള ഒരു ബെന്നിയേട്ടൻ ഞങ്ങളവിടെ ഉണ്ട്. ബെന്നിയേട്ടൻ ഇലക്ട്രീഷ്യനാണ്. മൂപ്പര് ഫ്രിഡ്ജ് റെഡിയാക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതി. ബാക്കി അവിടുത്തെ മോട്ടറും കോളിംഗ് ബെല്ലും ഫാനൊക്കെ മൂപ്പര് റെഡിയാക്കി തരും. വേറെ ഒന്നല്ല, ഈ ഫ്രിഡ്ജ് ഓട്ടോമാറ്റിക് കേടാവുന്നതാണ്. ബാക്കിയൊക്കെ ഈ പുള്ളിക്കാരൻ വന്നിട്ട് കേടാക്കിയിട്ട് പോകുന്നതാണ്. ഒരു ദിവസം മോട്ടർ റെഡിയാക്കിയിട്ട് സ്വിച്ച് ഇട്ടപ്പോൾ കോളിംഗ് ബെല്ല് വരെ അടിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റാഫേലിൻ്റെ വീട്ടിൽ ഈ TV റെഡിയാക്കിയിട്ട് ബെന്നിയേട്ടൻ അങ്ങനെ പോകുമ്പോൾ ഫാൻ അവിടെ കറങ്ങുന്നുണ്ട്. പറഞ്ഞു, ഇതെന്താ സ്പീഡില്ലല്ലോ, ഞാൻ റെഡിയാക്കി തരാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയിട്ട് ഒരു ലാഡർ എടുത്തിട്ട് വരാം, എന്നിട്ട് റെഡിയാക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് എവിടുന്നോ കഷ്ടപ്പെട്ട് പോയി ഒരു ലാഡറൊക്കെ എടുത്ത് വന്ന് നോക്കുമ്പോൾ ഈ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. അപ്പോൾ ബെന്നിയേട്ടൻ ദേഷ്യമായി. ബെന്നിയേട്ടൻ പറഞ്ഞു, നിങ്ങൾ വേറെ പണിക്കാർ വെച്ച് സാധനം റെഡിയാക്കിയെന്ന് ചോദിച്ചിട്ട് ഈ റാഫേലിൻ്റെ അടുത്ത് ചൂടായി. ഇപ്പോൾ റാഫേലേട്ടൻ പറയാം, എടാ പോത്തെ ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതാണ് റെഗുലേറ്റർ, ഇതിൽ 1 സ്പീഡ് കുറവാണ്, 5 സ്പീഡ് കൂടും. ഇതുപോലും നോക്കറിയാത്ത നീ എവിടുത്തെ ഇലക്ട്രീഷ്യനാണെന്ന് എന്നിട്ട് ഇയാളുടെ അടുത്ത് ചൂടായി. രണ്ടുപേരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. കറക്റ്റ് തുടങ്ങിയത് തന്നെ മാറ്ററിലേക്ക് തുടങ്ങി, കണ്ടവാനം വലിച്ചു നീട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം തമാശ പറയാനുള്ള ചാൻസ് കിട്ടി. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. തുഷാരടി പറയും. ജിൻഡോയുടെ പ്രകടനം കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. പ്രദീപ് സ്വാഭാവികമായിട്ട് കുറച്ച് സമയമെടുത്താണ് തമാശകൾ പറഞ്ഞത്. പക്ഷേ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ല തമാശകളൊക്കെ പറയുന്ന ആളാണ്. തമാശ നന്നായിട്ട് പറഞ്ഞ അത്ര ശരിയല്ലാത്ത തമാശകളായിരുന്നു പ്രദീപിൻ്റെ. കുറേ നല്ല തമാശകൾ അത്ര ശരിയല്ലാതെ പറഞ്ഞതായിരുന്നു ജിൻഡോയുടെ. ഇതാണ് വലിയ ആശയക്കുഴപ്പത്തിൽ നമ്മളെ നിൽക്കും. ഈ ഒത്തിരി വലിച്ചു കിട്ടണമെന്ന് വെച്ച് അങ്ങനെ പിടികൂടി അങ്ങനെ പറഞ്ഞു പോയതാ. അത് തന്നെ പറഞ്ഞത്. ഇപ്പോൾ ഈ ശർക്കര മേടിക്കാൻ പോയ കഥയൊക്കെ നമ്മൾ ചില കഥകളിലെ കുറച്ച് ഗ്രേവി നമ്മൾ ചേർക്കണം. 5 കിലോ ശർക്കര മേടിച്ചപ്പോൾ കടക്കാരൻ്റെ സംശയം, അപ്പം കുമ്പളപ്പത്തിൻ്റെ ഇലയുണ്ടോ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചു എന്ന് പറയുന്നത് 5 കിലോ ശർക്കരയൊക്കെ നമുക്കൊരു 15-20 പേരുടെ ചടങ്ങിനെങ്കിലും വേണേൽ മേടിക്കാം. ഏതായാലും കഥയാണല്ലോ. അയാൾ കടയിൽ ചെന്നിട്ട് 20 കിലോ ശർക്കര മേടിച്ചു. അപ്പോൾ കടക്കാർ 20 കിലോ, അവരാകെ വീട്ടിൽ 3 പേരുള്ളൂ, എന്തിനാ 20 കിലോ ശർക്കര? പെട്ടെന്ന് പുള്ളി കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ടാണ്, 2 ഇലയും കൂടെ കിട്ടുമെന്ന് ചോദിച്ചാൽ അതിനെ ഒന്ന് രസമായിട്ട് പറയായിരുന്നു. വെറുതെ ഇത്തിരി കയറ്റി വെച്ചാൽ ചിലതിന് നല്ല ഡോസ് കിട്ടും. അതും ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ബാക്കി 2 പേരുടെയും പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അമ്മാവ സത്യത്തിൽ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന അമ്മാവൻ എന്നൊരു പരാതിയുണ്ട്. ഇത് ഈ സമയബന്ധിതമായിട്ട് പറയുമ്പോൾ എന്താണ് ഇത്ര ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ? അമ്മാവൻ അതിന് ഇവർക്കൊക്കെ സമയം കൊടുത്തില്ലേ അമ്മാവൻ? അല്ല, ഇവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവർ അത്രയും സമയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇനി ഇവർക്ക് സമയം ബാക്കിയുണ്ട്, 10 സെക്കൻഡോളം ബാക്കി ഉണ്ടായിരുന്നു. ഇവരെ അമ്മാവൻ വിസിലടിക്കോ എന്നുള്ള പേടിയിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സത്യമായിട്ട് പേടിയാ ആണല്ലേ? തുഷാരടിക്ക് അറിയാമോ എന്താ ഇപ്പൊ എന്നെ നാട്ടുകാരൊക്കെ ജോത്സ്യന്നാണ് വിളിക്കണ? എന്താ ഈ എപ്പോഴും ഈ സമയം നോക്കി വിസിലടിക്കാൻ കാരണം? ഇപ്പൊ വിജയിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അല്ലേ ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കണമല്ലോ. ചോദ്യം ജിൻഡോ പറയുമെന്നാണ് ആദ്യം അറിയേണ്ടത്. സിദ്ദിഖ് സാറ് സംവിധായകനാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ സിനിമകൾ, 30-ലധികം തിരക്കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. സിദ്ദിഖ് സാർ അഭിനയിച്ച 3 സിനിമകളുടെ പേര് പറയാമോ? അറിയില്ല. ജിൻഡോ ശ്രമിക്ക്. ജിൻഡോ അറിയുന്നതാണ് പെട്ടെന്ന് മൈൻഡിൽ വരും, പക്ഷേ ഇത് അറിയില്ല. അറിയുന്നതാണെ പെട്ടെന്ന് മൈൻഡിൽ വരും. എനിക്ക് കൊച്ചു പ്രദീപ് പറയോ? ഇത് അത്ര എളുപ്പമല്ല. വീട്ടിൽ ഇരുന്ന് TV കാണുന്ന ആൾക്കാരും മനസ്സിലിരുന്ന് ആലോചിക്കുകയാണ്, സിദ്ദിഖ് സാർ അഭിനയിച്ചോ എന്ന് ആലോചിക്കുന്നുണ്ട്. അറിയില്ല. അപ്പം ഗിഫ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ശരി, ഡയാന പറ. എനിക്ക് അറിയായിരുന്നു, പക്ഷെ മറന്നുപോയി ഇപ്പൊ. ഓ, വെറൈറ്റി. അല്ല, ഒരു കാര്യം മനസ്സിലായി, എൻ്റെ അഭിനയം അത്രയും ഗംഭീരമാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഷീല മാമിന്റെ മകൻ അഭിനയിച്ച ഫിലിമില് മാനത്തെ കൊട്ടാരത്തിൽ കാണിക്കുന്നുണ്ട്. മാനത്തെ കൊട്ടാരം, അത് 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിനിമ. നോക്കത്താ ദൂരത്ത് കണ്ണുനട്ടിൽ ഒളിച്ചു നിന്ന് ഒരു ഇരട്ട പേര് വിളിക്കുന്ന ആളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒളിച്ചു നിന്ന് തുമ്മുന്ന ആള്. കാരണം അതിൽ പത്മിനി അല്ലേ, പത്മിനി ചേച്ചി അഭിനയിക്കുന്നതിനകത്ത് എപ്പോഴും ആൾക്കാർ തുമ്മി കളിയാക്കും. അതുകൊണ്ട് മരത്തിന്റെ മറവിൽ ഒന്ന് ഒളിച്ചു നിന്ന് തുമ്മുന്ന ആളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ടാണെങ്കിലും എന്തൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് സമ്മാനം തരാൻ നിർബന്ധിതനാണ് എന്ന് വേണം ഈ സമയത്ത് വയ്ക്കാൻ, അല്ലേ? നിങ്ങൾ രണ്ടുപേരും നിസ്സാര വ്യത്യാസമുള്ളൂ. 2 പേരും ഒരുപോലെ തന്നെയാണ് പറഞ്ഞത്. എങ്കിലും ഇച്ചിരി ഓടാതെ അത് പ്രസന്റ് ചെയ്തതിലുള്ള ഒരു പ്രതിഭ. ജിൻഡോ വേറെ ജോലിയല്ലേ ചെയ്യുന്നത്? ശരിക്കും എന്താ ജിൻഡോ ചെയ്യുന്നത്? റിസപ്ഷനിസ്റ്റ് ആണ്, പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ് പ്രദീപ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഫഷണാലിറ്റി പ്രദീപ് കാണിച്ചു. 1-മൻ പ്രദീപാണ്, 2-മൻ ജിൻഡോ ആണ്. ഫസ്റ്റ് പ്രൈസ് ചെയ്താണുള്ളത്.
ലാൽ കൂട്ടുകെട്ടിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. 1-2 പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പുതിയ ആളുകൾക്ക് എപ്പോഴും ആക്ഷൻ പറയുമ്പോഴാണ് ടെൻഷൻ. ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തൊട്ട് ഫിലിം ഓടുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ആയിട്ട് ടെൻഷൻ ആവുന്നു. കട്ട് എന്ന് പറയുമ്പോൾ അവർ റിലാക്സ്ഡ് ആവും. എന്നാൽ ഇവരുടെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ മാത്രം ആക്ഷൻ പറയുമ്പോൾ വലിയ ടെൻഷനില്ല, കട്ട് പറയുമ്പോൾ ടെൻഷൻ ആകുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് സിദ്ദിഖ് സാറിന് 15 ശബ്ദവും ലാൽ സാറിന് വലിയ ശബ്ദവുമാണ്. അപ്പം അഭിനയിക്കാൻ വന്ന് നിൽക്കുമ്പം ആക്ഷൻ കട്ട് കേട്ട് കഴിയുമ്പം ബാക്കി എല്ലാവരും കുറച്ച് നിമിഷത്തേക്ക് പേടിച്ചു. അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് കലാഭവൻ്റെ ഒക്കെ പ്രോഗ്രാം നടക്കുന്ന കാലത്ത് നമ്മുടെ ലാൽ സാറ് പെൺവേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതാണോ? കലാഭവന്റെ കാലത്തല്ല, ലാല് സ്കൂൾ കാലഘട്ടത്തിൽ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ലാല് പെൺവേഷമാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാന കാരണം ലാലിന്റെ ശബ്ദം ഫീമെയിൽ വോയിസ് ആയിരുന്നു അന്ന്. ആ വോയിസാണ് ഇന്ന് ഈ രൂപത്തിൽ. ഏറ്റവും പുളിപ്പുള്ള മാങ്ങയ്ക്കാണ് ഏറ്റവും കൂടുതൽ മധുരം വരുന്നതെന്ന് പറഞ്ഞ പോലെ അത് മാറിയാണ് ഇത്രയും ഇതിലുള്ള ശബ്ദത്തിലേക്ക് വന്നിരിക്കുന്നത്. രമേശേട്ടാ, സിദ്ദിഖ് സാറിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ശ്രദ്ധിച്ചത്? ഒരുപാട് പുതുമുഖ നായികമാരെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗീതാ വിജയൻ ചേച്ചി ഉണ്ട്, അതുപോലെ തന്നെ മാഡം. രേഖയൊക്കെ തമിഴിലായിരുന്നു, പക്ഷെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കനക. അതെ. അപ്പോൾ അത് സാർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ പോലുള്ള എളിയ കലാകാരന്മാർക്ക് അവസരം. അത് പ്രധാനമായിട്ട് നമ്മൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡേറ്റ്സ് നമുക്ക് ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരിക. ഹീറോയുടെ ഡേറ്റ്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് വരിക. അപ്പോൾ നമുക്ക് ഫുൾ ഡേറ്റ്സ് ഇവരുടെ വേണ്ടി വരും. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് ഇത്രയും ഡേറ്റ്സ് നമുക്ക് തരാൻ പറ്റില്ല ചിലപ്പോൾ. അപ്പോൾ നമുക്ക് ഹോൾ ഷെഡ്യൂളിൽ ഫ്രീ ആയിട്ടുള്ള ഒരാളെ വേണമെന്നുള്ള ആവശ്യം വരുമ്പോൾ നമ്മളെപ്പോഴും പുതിയ ആളെ പോകും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഡേറ്റ് തരാൻ താല്പര്യമുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റുകളെ നോക്കും. പിന്നെ വേറെ രണ്ടാമത്തെ കാര്യം, പിന്നെ ചില ക്യാരക്ടേഴ്സ്, പുതിയ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ആൾ കുട്ടി ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ചില ക്യാരക്ടേഴ്സ് വരുമ്പോഴും നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഈ രേഖ മാം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, കമലഹാസൻ്റെ ഒക്കെ ഹീറോയിനായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പം വരുന്നവരെ അവർ വിചാരിച്ചത് ഫാസിൽ സാർ പാച്ചിക്കയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നതെന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണ് അറിയുന്നത് 2 പുതിയ ആൾക്കാരാണ് ഈ പടം സംവിധാനം ചെയ്യുന്നതെന്ന്. എന്നിട്ട് ഫാസിൽ സാറോ ആരോ ഒരു ഗ്യാരണ്ടി കൊടുത്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല? രേഖ ഭയങ്കര ഇമോഷണലായി. ഞാൻ ഫാസിൽ സാറിൻ്റെ പടമാണെന്ന്, മലയാളത്തിൽ ഫാസിൽ സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ പടത്തിൽ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 വയ്യന്മാർ താടിയൊക്കെ വളർത്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഇമോഷണലായപ്പോൾ ഫാസിൽ സാർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ രേഖയുടെ ഫസ്റ്റ് ഷോട്ട് മലയാളത്തിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രേഖയുടെ പടത്തിലൊരു ഫസ്റ്റ് ഷോട്ട് രേഖയുടെ എടുത്ത് അതിനകത്ത് വളരെ രസകരമായ ഇതിന് പിന്നണിയിൽ വേറൊരു സംഭവം നടന്നു. അപ്പോൾ അന്ന് രേഖ അഭിനയിക്കാൻ വരുന്നു. രേഖയുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നു. ഫാസിൽ സാറ് പറയുന്നു, സ്റ്റാർട്ട് ക്യാമറ പറയുന്നു, കട്ട് പറയുന്നു. ഇപ്പം ഞങ്ങൾ 2 പേരും കൈകെട്ടി മാറി നിൽക്കുകയാണല്ലോ. രേഖയുടെ ഇതല്ലേ ആ സീൻ കുറച്ച് ഫാസിൽ സാർ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഫാസിൽ സാറ് പോയി. പക്ഷേ അന്ന് അവിടെ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പുറത്ത് പോയി പറഞ്ഞിട്ട്, ഈ 2 പിള്ളേർ ഭയങ്കര രസികന്മാരാണ്, നല്ല രസമായിട്ട് അവർ പടം അവരുടെ ചെയ്യുന്നുണ്ട്, അവരെ കൊണ്ട് അടുത്ത പടം ചെയ്യാൻ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ അഡ്വാൻസുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് പ്രൊഡ്യൂസർ ഇത് നമ്മളറിയുന്നില്ല. അപ്പോൾ പ്രൊഡ്യൂസർ നോക്കുമ്പോൾ ഞങ്ങൾ 2 പേരും കൈകെട്ടി മാറി നിൽക്കുന്നു. ഫാസ്റ്റ് സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ, കട്ട് ഒക്കെ പറയുന്നു, അടുത്ത ഷോട്ട് പറയുന്നു, എല്ലാം രേഖയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുള്ളി കാർ എടുത്ത് അപ്പം തന്നെ പോയി കളച്ചു. അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു? അന്ന് എത്ര വയസ്സായിരുന്നു? വയസ്സ് ഇന്നത്തെ വയസ്സ് കണക്കൂട്ടാനല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അന്നത്തെ ചെറുപ്പക്കാരായിരുന്നു, ന്യൂ ജനറേഷൻ. എനിക്ക് തോന്നുന്നു 28 27 ആ സമയത്താണ്. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷവുമാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്നത് പോലും വിവാഹം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ഡയാനയുടെ പ്രായത്തില് ഇക്ക പടം ചെയ്ത് കഴിഞ്ഞു. ഡയാനയ്ക്ക് അത്ര പ്രായമായോ? ഷെയറിംഗ് ഹാപ്പിനെസ്, ചിരികൾ പങ്കുവയ്ക്കുന്ന ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. കേശവ മാമനും ഞങ്ങളും സിദ്ദിഖ് സാറും ഇവിടുത്തെ പുതിയ മത്സരാർത്ഥികളും എല്ലാമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.